ഹായ് കൂട്ടുകാരെ, നാട്ടുമാമ്പഴം ഇല്ലെന്ന് കരുതി ആരും ഇനി പഴുത്ത മാങ്ങക്കറി വെക്കാതിരിക്കണ്ട കേട്ടോ. എൻ്റെ കൂടെ പോന്നോളൂ. ഹായ് കൂട്ടുകാരെ, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന വിഭവമാണ് ഒരു പഴുത്ത മാങ്ങ കറി. ഇതൊരു സിമ്പിൾ കറിയാണ്. ഇത് നമ്മുടെ നാട്ടുമാങ്ങയല്ല, വലിയൊരു മാങ്ങയുടെ പകുതി ഭാഗമാണ്. ഈ കറി എല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഈ കറിയിലേക്ക് ആവശ്യമായിട്ടുള്ളത് 11 സാധനങ്ങളാണ്. എന്തെല്ലാം സാധനങ്ങളാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായി വേണ്ടത് ഒരു പഴുത്ത മാങ്ങയാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു വലിയ പഴുത്ത മാങ്ങയുടെ പകുതി ഭാഗമാണ്. രണ്ടാമതായി പച്ചമുളക്. മൂന്നാമതായി അരമുറി തേങ്ങ ചിരകിയത്. നാലാമതായി തൈര്. അഞ്ചാമതായി 3 അല്ലി വെളുത്തുള്ളി. ആറാമതായി ജീരകം. ഏഴാമതായി കടുക്. എട്ടാമതായി 2 വറ്റൽമുളക്. ഒമ്പതാമതായി മഞ്ഞൾപ്പൊടി. പത്താമതായി ഉപ്പ്. 11ാമതായി 1 സ്പൂൺ വെളിച്ചെണ്ണ. ഒരു ചീനിച്ചട്ടിയിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. അതിലേക്ക് നമ്മൾ കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന മാങ്ങ ഇടുക. അതിനുശേഷം അതിലേക്ക് 2 പച്ചമുളക് കൂടി ഇടുക. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് അടച്ചു വയ്ക്കുക. ഇത് വേകുന്നതിനായിട്ട് 10 മിനിറ്റ് സമയം കൊടുക്കുക. അത് വേകുമ്പോഴേക്കും നമുക്ക് തേങ്ങ മിക്സിയിൽ അരച്ചെടുക്കാം. വെളുത്തുള്ളിയും ജീരകവും കൂടി ചേർത്ത് ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് മിക്സിയിൽ അരച്ചെടുക്കാം. അരച്ചെടുത്ത ചീനിച്ചട്ടിയിലെ വെന്ത മാങ്ങയിലേക്ക് ഒഴിക്കുക. അതിനുശേഷം അരപ്പിട്ടൊന്ന് ഇളക്കുക. അരപ്പ് ചേർത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് ഇളക്കുക. ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഇളക്കിക്കൊണ്ട് ഇരിക്കുക. ഒഴിച്ച ശേഷം ഇളക്കിക്കൊണ്ട് ഇരിക്കുക. അതിനുശേഷം ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1/2 ഗ്ലാസ് തൈര് അതിലേക്ക് ഒഴിക്കാം. അതിനുശേഷം നമുക്ക് കടുക് വറുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മാമ്പഴക്കറി. എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൂട്ടുകാരെ, എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. ഓക്കെ കൂട്ടുകാരെ, ഇതാണ് പഴുത്ത മാങ്ങക്കറി റെഡിയായി.